A lot of things changed in the last 3 months. അതിനുശേഷം ഞാൻ സ്കേറ്റ് ചെയ്തിട്ടില്ല. I left everything that made me happy. ഞങ്ങൾ തമ്മിലുള്ള സംസാരം കുറഞ്ഞു. വീട് മൊത്തം സൈലന്റ് ആയിപ്പോയി. We really miss her. എന്നെ സ്കൂൾ മാറ്റി. ബിക്കോസ് സ്കൂളിൽ നിന്നൊരു പപ്പ കേസ് കൊടുത്തോണ്ട് എനിക്കവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ബട്ട് എനിക്ക് മനസ്സിലാവും. ഞാനും വിവേകും പിന്നെ മിണ്ടിയിട്ടില്ല. സ്കൂളിൻ്റെ മിസ്റ്റേക്കായിട്ടും വിവേകും ഈ കേസിൽ പെട്ടുപോയി. ഡെയിലി ഒരിക്കലെങ്കിലും ഞങ്ങൾ ബിറ്റിയെ കാണാൻ പോവും. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് അങ്ങനെ ഇരിക്കാറില്ല. ബിക്കോസ് എവിടെയോ I feel responsible for all of this. No sign of pneumonia. And the culture reports are also negative. It's a viral fever. It'll subside in a few days. Don't worry. From the neurology side, we have added few more medicines. Excuse me. Hello? She will come back strong. കാശ് എറിഞ്ഞ് കേസ് ഒതുക്കാൻ നോക്കിയിട്ട് എന്തായി? കേസ് തോക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കോംപ്രമൈസിന് വന്നിരിക്കുന്നത്. നടക്കില്ല. അവരുടെ കാശ് എനിക്ക് വേണ്ട. ഇതും പറഞ്ഞ് അവർ എന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക്. See, Mr. Philip, it's our mistake. We do accept it. We should have been a bit more careful. Somehow things got messed up. Now, we should be looking at what best can be done for her. Right, Basil? So, the thing is... അവനല്ല, ഞാനാ കേസ് കൊടുത്തത്. You can talk to me. Mr. Philip, we are really... സർ, എനിക്ക് മനസ്സിലാവും സാർ നിങ്ങളുടെ സിറ്റുവേഷൻ. അതുപോലെ ഞങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലൊരു കേസിനുണ്ടാവുന്ന ചാർജസ് ഇത്രയും നാളായില്ലേ. ഇറ്റ് മൈറ്റ് ബി ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ യു, റൈറ്റ്? ലെറ്റ്സ് ഹാൻഡിൽ ദാറ്റ്. വാട്ട് യു സേ? കുടിക്കാൻ എന്തെങ്കിലും? നോ സർ, വി ആർ ഗുഡ്. നിങ്ങളുടെ സ്കൂൾ ഞാൻ പൂട്ടിക്കും. എന്റെ കുഞ്ഞിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. നമുക്ക് കോട്ടലിനോടണ. ഇതും പറഞ്ഞ് ഒരുത്തനും ഇവിടെ വരണ്ട. പറഞ്ഞേക്ക്. എന്റെ കാര്യം ഓർത്ത് നീ പോക്ക് നീട്ടി വെക്കണ്ട. എടാ അതല്ല, കുറച്ച് കഴിഞ്ഞാണെങ്കിലും പോവാലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് നൗ. ബേസി, ഹലോ. ഹലോ, ഞാൻ വിളിക്കാം. ഓക്കെ. കാര്യങ്ങൾ എത്ര സ്മൂത്തായി പോകുന്നുണ്ടെന്ന് ഭാവിച്ചാലും മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ബ്രേക്കിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ആ LICയും ക്ലോസ് ചെയ്യാം. പ്രീമച്ചുറ. എന്നാലും തൽക്കാലം കാര്യം നടക്കും. ആ ബേസി, വക്കീലിന് ഫീസ് കൊടുക്കണം. നീ ഒരു 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ സാലറി കിട്ടാൻ വൈകും. പാപ്പാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതൊന്ന് നിർത്തുവോ? എന്തോ നിർത്താൻ? ഈ കേസിന്റെ പുറകെയുള്ള ഓട്ടം. അവര് തരുന്ന കാശും മേടിച്ച് കേസും പിൻവലിച്ച് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ഈ കേസ് ജയിക്കണം. അതെന്റെ വാശിയാ. ഒരു സമാധാനം ഉണ്ടോ പാപ്പ നമുക്ക്? അത് ഈ ഹോസ്പിറ്റലും കേസും ഒക്കെ ആവുമ്പോൾ കുറച്ച് മനസ്സമാധാനക്കേടൊക്കെ ഉണ്ടാവും. ഈ കേസും വാക്കാനായിട്ട് മടുത്തില്ല അപ്പാ. ഓ, മടുത്തോ നിനക്ക്? അത് ഈ സമ്പാദിക്കുന്നതും സേവിങ്സും ഒക്കെ ഒരു വഴിക്ക് പോകുന്നത് കാണുമ്പോഴുള്ള മടുപ്പാണെങ്കിൽ ഇത്രയും കാലം ഈ വീട് ഓടിച്ചോണ്ടിരുന്ന ഞാനൊക്കെ എന്നേ മടുക്കേണ്ടതാ. കാശിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. കാശിന്റെ കാര്യം തന്നെ നീ പറഞ്ഞത്. കാശില്ലേ? കാശ് ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പറയല്ലേ. ഒരു 10,000 രൂപ തരുന്നതിന്റെ ബലത്തിലാണ് നീ സംസാരിക്കുന്നതെങ്കിൽ ആ കാശ് എനിക്ക് വേണ്ടടാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് നടത്തിക്കൊള്ളാം. എന്റെ കൊച്ചിനെയും ചികിത്സിച്ചോളാം. ഞാൻ അതല്ല പറഞ്ഞത്.
ആ കറണ്ട് ഇല്ലല്ലോ. ರಾಘವ್ ಏನಾಯ್ತು ಸರ್? ಕರೆಂಟ್ ಇಲ್ಲ ಇಲ್ಲಿ. ಬೇರೆ ಎಲ್ಲ ಕಡೆ ಇದೆಯಲ್ಲ ಸರ್. ഹലോ, കറണ്ട് ബില്ല് അടയ്ക്കാൻ മറന്നുപോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സാധനം വെച്ച കാണൂല. ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഛേ, ഈ വീട്ടിൽ നിസാരം ഒരു വെളിച്ചം വേണമെങ്കിൽ എന്റെ കൈയെത്തണമെന്ന് മനസ്സിലായില്ലേ? പറയുന്നത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അതറിഞ്ഞു പഠിപ്പിക്കാൻ വരണം. ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായത് വേറെ ആർക്കും ഉണ്ടാവരുതെന്നുള്ള നിർബന്ധമായിരുന്നു പപ്പയ്ക്ക്. അത് ബേസിക്ക് മനസ്സിലായില്ല. കാശിന്റെ കാര്യമല്ല ബേസി ഉദ്ദേശിച്ചതെന്ന് പപ്പയ്ക്ക് മനസ്സിലായില്ല. അമ്മ പറയാറുണ്ട് പ്രശ്നങ്ങളാണ് മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നതെന്ന്. പക്ഷെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി ഞങ്ങള് പതിയെ സ്കാറ്റേർഡ് ആയി പോകാൻ തുടങ്ങി. സം സിറ്റുവേഷൻസ് ആർ വിയേർഡ് ആൻഡ് സ്കേറി. അത് വഷളാവുന്നത് നോക്കി നിൽക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പപ്പ മറ്റേ പറഞ്ഞ കാശ് വേണ്ട, ഞാൻ വേറെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഡേ ബൈ ഡേ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി വന്നു. ഹലോ, താങ്ക്സ് മണികളെ. ബിൽ തಗೊಳ್ಳಿ സർ. താങ്ക് യു. കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, അത് ക്യാൻസൽ ചെയ്താ പോരെ? ക്യാൻസൽ ചെയ്താൽ 50 രൂപ പോകും. ശരി, പോട്ടെ. ഓക്കെ.